ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പിന്നെ ചെറിയ ഡിവൈൻ മെസ്സേജ് കാര്യങ്ങൾ ഒക്കെ. അപ്പം എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾ കടന്നു പോകുന്ന ഒരുപാട് പ്രോബ്ലംസും ഇഷ്യൂസും തരണം ചെയ്യുന്ന ഒരുപാട്, ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, കരിയറിലായിരിക്കാം, ഫിനാൻസിലായിരിക്കാം, നിങ്ങളുടെ എനർജി ലെവലിലായിരിക്കാം, ഹെൽത്തിലായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. സോ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഡിവൈൻ മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ്, യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇതൊരു നിങ്ങളുടെ ഒരു എനർജി റീഡിങ്ങോ കാര്യങ്ങളൊന്നുമല്ല. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ പുതുതായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. സോ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, കുറേ കാർഡും എടുത്ത് വെച്ച് റീഡ് ചെയ്യുന്നതിലല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് എന്ത് ഉപകാരമാവുന്നു, നിങ്ങൾക്കിതിൽ നിന്നും എന്ത് കിട്ടുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയൊന്നും നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മേ ബി കുറച്ച് സമയം നഷ്ടമാവുമായിരിക്കും, ബട്ട് അതിനേക്കാളും വിലപിടിപ്പുള്ള എന്തെങ്കിലും ക്ലൂസോ കാര്യങ്ങളോ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ ചാൻസസ് ഉണ്ട് ഈ ഒരു വീഡിയോ വഴി. സോ എൻ്റെ ഇൻഡ്യൂട്ടിൽ അങ്ങനെ തോന്നുന്നുണ്ട്, പുതുതായിട്ട് കാണുന്ന ഒരുപാട് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു എനർജി റീഡിംഗ് അല്ല, കാരണം എന്ന് പറയുന്നത് ഇത് ടൈം അങ്ങനെ സിറ്റുവേഷൻസ് ആയതുകൊണ്ട് ആ എനർജി റീഡിങ് അല്ല, ഇതൊരു ഇൻഡ്യൂട്ടീവ്ലി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു റീഡിംഗ് ആണ്. സോ ആരുടെയും എനർജി എടുത്ത് റീഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലായിട്ട് എനിക്കിപ്പം ഈ സമയത്ത് തോന്നുന്നില്ല. അപ്പം ഇതൊരു എനർജി റീഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ഇൻഡ്യൂട്ടീവ്ലി ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടുന്നതും ഇൻഡ്യൂട്ടീവ്ലി നമുക്ക് കിട്ടുന്ന കണക്ഷൻസ് വെച്ചിട്ട് എടുക്കുന്ന ഒരു മൈൻഡ് ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. സോ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചോദിച്ചിരിക്കുന്ന ഒരുപാട് സൊല്യൂഷൻസ് ആയിരിക്കാം, ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നറിഞ്ഞൂടാത്ത കുറേ സംഭവങ്ങളായിരിക്കാം. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പല സ്ഥലത്തും പോയിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ചില കാര്യങ്ങളായിരിക്കാം. സഡൻലി ലൈഫ് സ്റ്റക്കായിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. വാട്ട് നെക്സ്റ്റ്, അടുത്തത് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാതെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. സോ ഇതിനായിട്ട് ഫുൾ ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടണം എന്ന് അല്ലെങ്കിൽ കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എവിടേക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചില ക്ലൂസും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് കാമായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ ഇൻഡ്യൂട്ടീവിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം കാമായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടൈം പീരീഡ് എൻഡായിട്ട് മാറുന്ന, ഒരു ടൈം പീരീഡ് എൻഡായിട്ട് പോകുന്ന, കൊഴിഞ്ഞു പോകുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എനർജി ലോസ് ആവുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നിന്നും നഷ്ടമാകുന്നുണ്ട്, ലൈഫിനൊരു ഹെൽത്തിനൊരു അല്ലെങ്കിൽ എന്താ പറയുക, ലൈഫിനൊരു ഒരു ഒരു വേര് അങ്ങോട്ട് ഉറച്ചു നിൽക്കാത്ത ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവൻ ജോലി ഉണ്ടായിരിക്കും, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, ഫിനാൻസ് ഉണ്ടായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടായിരിക്കണം, ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം, നിങ്ങൾ ഒരുപാട് എനർജി ഉള്ള ഒരാളായിരിക്കണം, ഒരുപാട് അംഗീകാരം കിട്ടിയ ഒരാളായിരിക്കണം, ഒരുപാട് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം, സമൂഹത്തിൽ ഒരുപാട് വാല്യൂ ഉള്ള ഒരാളായിരിക്കണം, ആർക്കും ഉപദ്രവം ഇല്ലാതെ ആർക്കും നെഗറ്റീവ് ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കണം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല, ഒരു താഴ്ച ഉണ്ടാവുന്നുണ്ട്, ഒരു എനർജി ഉണ്ടാവുന്നില്ല, ഒരു പക്വത ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വിഷമം, ഇമോഷണലി ഡൗൺ ആവുന്നുണ്ട്, ഒരു മൂഡ് സ്വിങ്സ് സിറ്റുവേഷൻസും, എന്തെന്നറിഞ്ഞുകൂടാത്ത ചില സിറ്റുവേഷൻസാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെന്നറിഞ്ഞും കൂടാ, പക്ഷേ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നറിയാം, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നറിയാം, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, ഞാൻ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാത്ത സിറ്റുവേഷൻസ്, പലതിലോട്ടും ഇറങ്ങുന്ന സമയത്ത് പലതും കയ്യിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡിവൈനായിട്ട് തന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിവൈനായിട്ട് തന്നെ
ദൈവമായിട്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസും ദൈവമായിട്ട് തന്നെ ഒരുപാട് നല്ലതും തരുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ദൈവം തന്നെയാണ് നിങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവം തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കെന്തിനീ ഒരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, ഞാൻ ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല, പിന്നെ എന്തുകൊണ്ട് എൻ്റെ എനർജി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതായിരിക്കണം. ട്രാൻസ്ഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം സഫർ ചെയ്യേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വേണം. നിങ്ങൾ എന്താണോ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത്, എന്താണോ നിങ്ങൾ കളയണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നത്, എന്താണോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകരുത് എന്ന് വിചാരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഈ സമയം മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മാറ്റം അനിവാര്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങളുടെ സോളിന് മാത്രം ഒരു മാറ്റവും വരുന്നില്ല. നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു എനർജിക്ക് ഒരു മാറ്റവും, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിക്ക് മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന സോളിന്, നിങ്ങളുടെ പാസ്റ്റിനോ നിങ്ങളുടെ ഫ്യൂച്ചറിനോ നിങ്ങളുടെ പ്രസൻറ്റിനോ ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ നിങ്ങൾ എന്ന് പറയുന്ന ക്യാരക്ടറിന്, നിങ്ങൾ പറയുന്ന എനർജിക്ക്, നിങ്ങളുടെ ഫീലിങ്സിന്, നിങ്ങളുടെ ഇമോഷൻസിനൊക്കെ മാറ്റം വരുന്ന, അതിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്ന. യൂണിവേഴ്സ് ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എനർജി ലോസ് തോന്നിയേക്കാം, മാനസികപരമായിട്ടുള്ള വിഷമം തോന്നിയേക്കാം, സന്തോഷമില്ലായ്മ നിങ്ങൾക്ക് ഈ സമയം തോന്നിയേക്കാം. ചില കാര്യങ്ങൾ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകുന്നതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടും എനർജി ഡ്രൈൻ ആവുന്നുണ്ട്, ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ കാണാം. എന്താ പറയുക, മറ്റുള്ള ആൾക്കാർ മുഖേന ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ സഹിക്കേണ്ടി വരും. അത് ഹെൽത്ത് പരമായിട്ടുള്ള പ്രോബ്ലംസ് ആയാലും, അല്ല നെഗറ്റീവ് പരമായിട്ടുള്ള കണ്ണീർ, ദൃഷ്ടിദോഷം, അതുപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ട് മറ്റു ആൾക്കാർ മുഖേനയുള്ള അവഗണനകളായിരിക്കാം. അതുമാത്രമല്ല റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആയിരിക്കാം, എനർജി തമ്മിലുള്ള മാച്ചിങ് ആവാത്ത സിറ്റുവേഷൻസ് ആയിരിക്കാം, മറ്റാൾക്കാരുമായിട്ട് സംസാരം പോലും നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം ചില ആൾക്കാരെ സംബന്ധിച്ച്. ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കൂടുതലും നിങ്ങൾ ഈ സമയം താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ ലൈഫിൽ മറ്റ് എനർജീസ് ഒന്നും ഈ സമയം കടന്നു വരാൻ വേണ്ടി ചാൻസസ് ഇല്ല. മറ്റ് എനർജീസ് വന്നു കഴിഞ്ഞാലും കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാക്കിയിട്ട് പോകുന്നത്. അതായത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ മുഖേന നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. സോ സൊല്യൂഷൻസും നിങ്ങൾക്ക് ഈ സമയം കിട്ടാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് എനിക്കിവിടെ തോന്നുന്നില്ല. മേ ബി ഡിവൈൻ പരമായിട്ടുള്ള ആൾക്കാർ വഴി സൊല്യൂഷൻസ് കിട്ടാനുള്ള ചാൻസസ് ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും, ഇപ്പം നിങ്ങൾ നിൽക്കുന്ന എനർജി പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും, ഇപ്പം നിങ്ങൾ നിൽക്കുന്ന എന്ത് സിറ്റുവേഷനിലായാലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ പിടിച്ച് നിർത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് എനർജി വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഞാൻ ഈ ഒരു സമയം എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന, സ്റ്റക്കായിട്ട് ഒരു സൊല്യൂഷൻ കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആവുന്നു, എന്തുകൊണ്ട് സഡൻലി ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് അതായത് നമ്മൾ 2026 ഒരു എനർജിയിൽ 2026 നമ്മളൊരു പ്രഡിക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ ഒരേ കുടക്കീഴിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്താ പറയുക, പണ്ട് വയലത്ത് പോയി നടന്ന ആൾക്കാരായാലും, ഇപ്പം റോട്ടിൽ പണ്ട് പിന്നെ സൈക്കിൾ ഓടിച്ച് നടന്ന ആൾക്കാരായാലും, കാളവണ്ടിയിൽ പോയ ആൾക്കാരായാലും, ബെൻസ് കാറിൽ ഇപ്പോൾ പോകുന്ന ആൾക്കാരായാലും, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരായാലും, എല്ലാ ജനറേഷനെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഈ സമയം പോസിറ്റീവ് എനർജി ഉള്ള ആൾക്കാർക്ക് ഈ സമയം പോസിറ്റീവ് എനർജി ഉണ്ടാവണമെന്നില്ല. ഓറ ഭയങ്കരമായിട്ടും ക്ലെൻസ്ഡ് ആയി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓറ ഭയങ്കരമായിട്ടും ക്ലെൻസ്ഡ് ആവണം എന്നില്ല. സ്പിരിച്വൽ പരമായിട്ട് ഭയങ്കര എനർജിയിൽ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്നും മിണ്ടാതെ പോയേക്കാം. സ്പിരിച്വൽ പരമായിട്ട് ഭയങ്കരമായിട്ടും എനർജിയിൽ നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര ഡൗണിലോട്ട് പോയേക്കാം. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടും പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സായിട്ടും ഡിവൈനായിട്ടും ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ഒരു ടീം, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഇത് നിങ്ങളുടെ ഒരു കുഴപ്പമോ നിങ്ങളുടെ ഒരു പ്രോബ്ലംസിലൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. ഇത് യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട്
നിങ്ങളുടെ ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു എനർജിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു പുതിയൊരു യുഗം കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസോ നെഗറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ആലോചിച്ച് നിങ്ങൾ പേടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ തിങ്കിങ്ങും ഈ പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റഡ് ആവുന്നത് യൂണിവേഴ്സൽ വഴിയാണ് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ ഒരു പുതിയൊരു വെർഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയൊരു കാറ്റഗറി, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന സോളിനെ അവേക്കനിങ് ആയി കാണാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോളിനെ പർപ്പസ്ഫുള്ളി എവിടെയോ നിങ്ങൾ എത്തേണ്ട നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ എനർജി മാറാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സും ഡിവൈനും ദ ഹോൾ നേച്ചർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരിൽ യൂണിവേഴ്സ് നിങ്ങളെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, സറണ്ടർ ചെയ്യേണ്ടി വരും, നിങ്ങളുടെ കഴിവിന്, നിങ്ങളുടെ പണ്ടത്തെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ ഈ സമയം നിങ്ങൾ മറന്നാണ്, നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ സാഹചര്യം കൊണ്ട് നിങ്ങൾ ജീവിച്ചു പോകുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ മറന്നു. പക്ഷേ യൂണിവേഴ്സ് ഒന്നും മറന്നിട്ടില്ല, നിങ്ങളുടെ സോളൊന്നും മറന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പഴയ കാര്യങ്ങളും പഴയ ആൾക്കാരും, റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും പഴയ എനർജീസ് ആയാലും നിങ്ങളോട് കൂട്ടുപിടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും പഴയ തിങ്കിങ് ആയാലും പഴയ മെച്യൂർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയാലും എല്ലാം മാറിയിട്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ വരേണ്ട, പുതിയൊരു എനർജി വരേണ്ട, പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇൻസ്പയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, പണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങളോ പണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന ആൾക്കാരൊന്നും ഈ സമയത്ത് ഉണ്ടാവത്തില്ല. പുതിയ എനർജി ആയിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട്. നിങ്ങൾ അറിയേണ്ട ആഗ്രഹങ്ങളൊക്കെ നിങ്ങളെ തേടി വരും. പക്ഷേ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഡൗൺ തന്നിട്ടായിരിക്കും അതിലോട്ട് നിങ്ങളെ കൊണ്ടിടുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു എനർജി നിങ്ങളെ ഡ്രൈൻ ആക്കിയിട്ടായിരിക്കും നിങ്ങളെ അതിലോട്ട് കൊണ്ടിടുന്നത്. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ടൈം പീരീഡ് മൂവ് ഓൺ ആയതിനു ശേഷം നിങ്ങളെ പുതിയൊരു എനർജിയിലോട്ട് കൊണ്ടുപോകേണ്ട, അല്ലെങ്കിൽ പുതിയൊരു എനർജിയിലോട്ട് നിങ്ങളെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം ചില നെഗറ്റീവ് പരമായിട്ടുള്ള സ്വപ്നങ്ങൾ, ചില നെഗറ്റീവ് പരമായിട്ടുള്ള തോട്ട്സ്, അതായത് വേണ്ടാത്ത ചില തോട്ട്സ്, ബാഡൻസ് ആയിട്ടുള്ള ചില ഇൻജക്റ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ്, ഒരു ലോൺലെസ് ഫീല്, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും എന്നുണ്ടെങ്കിൽ പോലും ചില സിറ്റുവേഷൻസ് അങ്ങനെ വരും. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഡയറക്ഷൻ മാറുന്നു, നിങ്ങളുടെ എനർജി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഫീൽഡ് തന്നതിന് ശേഷം നമ്മളവിടെ വിളവെടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു, ആ വിളവെടുപ്പും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പം അതൊരു തരിശുഭൂമിയായിട്ട് മാറി കഴിഞ്ഞാൽ പിന്നീട് അവിടെ വിളവെടുപ്പ് നടത്തണം. അത് എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള എന്താണോ അതാണ്. സോ അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു കിടപ്പാണ്. സോ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫ് അടുത്തൊരു ടേണിലേക്ക്, അടുത്തൊരു യുഗത്തിലേക്ക്, അടുത്തൊരു മാറ്റത്തിലേക്ക് പോകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരു റീബർത്ത് എന്നതിലുപരി, ഒരു റീബോണ് എന്നതിലുപരി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതിലുപരി, മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതിലുപരി ഈ സമയം നിങ്ങൾക്ക് മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കാനോ മറ്റൊരാളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച്. ഒറ്റയ്ക്ക് നിങ്ങൾ കാര്യങ്ങൾ തരണം ചെയ്യേണ്ട ഒരു സമയമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആൾക്കാർക്ക് പോലും പ്രോബ്ലംസ് ഉണ്ടാവുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഒറ്റയ്ക്ക് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾ ഏത് ദൈവത്തിനെ വിളിക്കും, ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങളെ സംബന്ധിച്ചുണ്ടാകും. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല ടൂൾസും നിങ്ങൾക്ക് ഈ സമയം ഡിവൈൻ തരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ഇൻറ്റ്യൂഷൻ ഈ സമയത്ത് തരാൻ ചാൻസസ് ഉണ്ട്. വ്യക്തമായിട്ടുള്ളൊരു നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ സോള്, അതൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു വാല്യൂ കൊടുക്കുന്നത് എന്നുള്ളത് തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ വ്യക്തമായിട്ടൊരു പൊസിഷനിൽ ഇരുത്തുക. നിങ്ങൾക്ക് ഒരു പ്ലാനും നിങ്ങൾക്ക് നടക്കത്തില്ല. നിങ്ങളുടെ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും, നിങ്ങൾ എത്ര എക്സിക്യൂട്ട് ചെയ്താലും നിങ്ങളുടെ ഒരു പ്ലാൻ നടക്കത്തില്ല. നിങ്ങൾ വിചാരിക്കും പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നിങ്ങൾ വിചാരിക്കും പോലെ സംഭവങ്ങളല്ല നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ
നിങ്ങളടുത്ത് ഇപ്പോഴേ പറഞ്ഞേക്കാം, നിങ്ങളുടെ വിധി, നിങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന സാധനങ്ങൾ അതൊന്നും അല്ല നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നത്. ഇപ്പം പലരും പറയുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു സാധനം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം എനിക്ക് കിട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ പവർ മൂലമാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ ഉപരി വിധിപ്രകാരം പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കണക്കും നിങ്ങൾക്ക് ചേഞ്ചായി മാറാൻ പറ്റും. ഇറ്റ്സ് ആൾ അബൌട്ട് എനർജിയുടെ വേരിയേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എനർജിയിലാണ് നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഒരു ലോ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആരും അടുക്കാത്ത പക്ഷം നിങ്ങൾ ഭയങ്കര ലോയിലോട്ട് പോകും. നിങ്ങളൊരു ഹൈ എനർജിയിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേര് ആ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനുള്ള ചാൻസും കടന്നു വരികയും ചെയ്യും. സോ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടൊരു പൊസിഷൻ, നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കരിയർ, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു അബണ്ടൻസ് തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട്, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട്, നിങ്ങൾ അനുഭവിച്ചതിൻ്റെ ഫലമായിട്ട്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് കാര്യത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം പഴയ തോട്ട്സും പഴയ ചിന്തകളും പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരുപാട് കർമ്മകളും പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരുപാട് ചിന്തകളും, നിങ്ങളെ പണ്ട് വിട്ടിട്ട് പോയ റിലേഷൻഷിപ്പും, നിങ്ങൾക്ക് പണ്ടുണ്ടായ ചില ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ വന്നു പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ നിങ്ങൾക്ക് ഇൻസിഡൻറ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പണ്ടത്തെ റിലേഷൻ, നിങ്ങൾക്ക് ഒരു കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ജസ്റ്റ് ചുമ്മാ വന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് നിങ്ങളടുത്ത് ആ വ്യക്തി ചെയ്ത എന്തൊക്കെ കർമ്മ ആ വ്യക്തിയുടെ ലൈഫിൽ വേറെ ആരോ മൂലം തീർത്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് ജസ്റ്റ് വന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കണക്ഷൻസോ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല പോകുന്നത്, വേറെ രീതിക്കുള്ള കണക്ഷൻസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം നിങ്ങളുടെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവും, അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട. നിങ്ങളെക്കുറിച്ച് ആർക്കും റിയലൈസ് ആവും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഭയങ്കര നെഗറ്റീവാണ് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഉള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ടയർഡായിട്ട് നിൽക്കുന്ന, ഭയങ്കരമായിട്ട് നിങ്ങളെ ഒട്ടും കിട്ടാത്തൊരവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ പരമായിട്ടുള്ള എനർജിയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയ്ക്ക് നിന്ന് ബിൽഡ് ചെയ്ത് കെട്ടിപ്പടുത്താൻ പറ്റുന്ന സാധനങ്ങൾ കെട്ടിപ്പടുത്തേണ്ട സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. മറ്റുള്ള ഓരോ എനർജീസിനെയും കൂടെ പിടിച്ചിട്ട് ഒരു ഉപയോഗം, ഒരു കാര്യം ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. അവരൊക്കെ മൂലം ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ആര് എത്രത്തോളം സന്തോഷത്തോടെ ഹാപ്പിനെസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ മൂലം നിങ്ങൾക്ക് അവസാനം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോ ആരെയും കൂടുതൽ അടുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈവൻ ഫാമിലി റിലേറ്റീവ്സിൽ ആരായാലും കൂടുതൽ ഈ സമയം അടുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. കാരണം നിങ്ങൾക്ക് കുറച്ച് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എനർജി കൊണ്ട് അവർ എടുത്തുകൊണ്ടങ്ങ് പോകും. അങ്ങനത്തുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണുന്നത്. ഇവൻ നിങ്ങൾക്കറിയാലോ, ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാട് ചൂടും കാര്യങ്ങളൊക്കെ, ഇത്രയും ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്തും നോമ്പ് മാസമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നല്ല വെയിലാണ്. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഒരു മതമായിട്ടുള്ള സംഭവമായിട്ടല്ല പറയുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ കുറേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ ഇതായിട്ട് കാണാൻ പറ്റുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം നമ്മളവിടെ ഒരു ഉമ്മാമ്മ വീണ് കിടന്ന, ഷുഗർ കുറഞ്ഞ് വീണ് കിടന്ന സമയത്ത് ശിവൻ്റെ ഫോട്ടോ ഉള്ള ഒരു അതായത് ഞാൻ ഇങ്ങനെ തന്നെ പറയും, ഒരു മുസ്ലിം വീണ് കിടന്ന സമയത്ത്, ഇപ്പം എന്തായാലും ഇങ്ങനെ കണക്കല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു മുസ്ലിം ഒരു ഉമ്മാമ്മ വീണ് കിടന്ന സമയത്ത് ഒരു അപ്പൂപ്പൻ കൊണ്ട് കൊടുക്കുന്നത്, അതായത് വീണെന്ന് പറയുമ്പോഴത്തേക്കും ഷുഗർ കുറഞ്ഞ് വീഴുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഷുഗർ കുറഞ്ഞ് വീഴുമ്പോഴത്തേക്കും എന്താണ്, മധുരമാണ് അവിടെ വേണ്ടത്. അവിടെ കൊണ്ട് കൊടുത്തത് പഞ്ചാമൃതമാണ്. ഞാൻ നോക്കുമ്പോൾ അടുത്ത് ശിവൻ്റെ ഫോട്ടോ ആയിരിക്കണത്, കഴിക്കുന്ന തട്ടോ മറ്റേ ഇതൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു മുസ്ലിം ഉമ്മാമ്മ. എടോ, ആ സമയത്ത് സഹായിക്കാൻ വന്ന ശിവൻ്റെ രൂപത്തിൽ പഞ്ചാമൃതം കൊണ്ടുവന്നത് ഒരു അപ്പൂപ്പൻ, ആ ഒരു ഹിന്ദു അപ്പൂപ്പൻ, കഴിച്ചത് മുസ്ലിം, അവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. സോ നിങ്ങളിതൊന്നും ചിന്തിച്ചാൽ മനസ്സിലായി, ഇതൊന്നും ചുമ്മാ ആൾക്കാർ മതത്തിൻ്റെ പേരിലും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. മതത്തിൻ്റെ പേരിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്, തീവ്രവാദം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചില ഇഷ്യൂസാണ്. അതാണ് ഞാൻ പണ്ട് മെൻഷൻ ചെയ്തത്, നമ്മളെ കയ്യിലൊക്കെ ഒരു തോക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതെന്നല്ലേ, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്, വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ടാവും. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് മണ്ടത്തരവും പൊട്ടത്തരവും പറഞ്ഞു പോകുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ചെറിയൊരു കോമഡി പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സമയത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ വന്നിട്ട് ഇവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം, ഇവിടെ അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഡിവൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയത്തില്ല. ഒരു ചിന്ത, എന്താ പറയുക, ഒന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അതായത് ഇപ്പം ചിന്തകളാണെന്നുണ്ടെങ്കിൽ തന്നെ ഓവർ തിങ്കിങ്,
അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളാണ് നിൽക്കുന്ന ആൾക്കാരൊക്കെ. ഓക്കെ. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾ ക്ലെൻസ്ഡ് ആവേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ സമയം ഒരുപാട് എനർജി നിങ്ങളുടെ സമയത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ രൂപമാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സമയത്തിലാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ടോട്ടലി ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു സമയത്തിലോട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് പാത്ത് എന്താണെന്ന് ഈ സമയം തീരുമാനിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് എനർജിയും ഒരുപാട് ക്ലെൻസ്ഡ് ആവുന്ന ഒരു സമയം വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ എന്തോ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ വലിയൊരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. നിങ്ങൾ പ്രശ്നം മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഈവൻ നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും നിങ്ങളുടെ എനർജി പരമായിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും നിങ്ങളുടെ കരിയർ റിലേഷൻഷിപ്പ് എന്ത് പ്രോബ്ലംസ് ആണ് അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് സക്സസ് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം നിങ്ങളുടെ ലൈഫിലോട്ട് ആര് തന്നെ കടന്നു വന്നു കഴിഞ്ഞാലും അത് വെറും, അതായത് ആ കടന്നു വരുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾക്ക് യൂസേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ജസ്റ്റ് വന്നിട്ട് പോകുന്ന, അതായത് ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വെറുതെ വന്നിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് പോകുന്നതെല്ലാം നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു പാഠപുസ്തകമായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്ന് പോകുന്ന ആൾക്കാരായിരിക്കും. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം ആരൊക്കെയോ, അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ പ്രണയം നടിച്ചുകൊണ്ട് ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവ് പരമായിട്ടുള്ള എനർജി കൊണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റൻഷൻസ് അറിഞ്ഞുകൂടായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കണം. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതലും അവേക്കണിങ് ആവേണ്ട ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂലം ഒരുപാട് പേർക്ക് ഈ സമയം ഉപകാരങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്കൊരു പ്രോബ്ലം എന്ന് വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. പക്ഷേ അത് ഒരു കുറച്ച് കഴിയുമ്പോൾ അത് കർമ്മയായിട്ടൊക്കെ മാറുന്നുണ്ട്, കർമ്മ റിലേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്, അത് ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കത് ടൈം പീരീഡ് അല്ലെങ്കിൽ നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് കണക്റ്റഡ് ആവത്തില്ല. അത് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് അത് കണക്റ്റഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരുപാട് നന്മകൾ ഈ സമയം ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്മകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ദാനം കൊടുക്കുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖേന ഒരുപാട് മനസ്സുകളും വയറുകളും സന്തോഷപ്പെടുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ മുഖേന ഒരുപാട് ആൾക്കാർ, നിങ്ങൾ വാരി പൈസ എറിയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് പണം കൊടുക്കുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നു. മനസ്സറിഞ്ഞ് നിങ്ങൾ പണം കൊടുക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നു. നിങ്ങൾ മുഖേന ഒരുപാട് വീടുകളിൽ ഭയങ്കരമായിട്ടുള്ള ആഹാരം കിട്ടുന്നുണ്ട്. നിങ്ങൾ മുഖേന ഒരുപാട് പേർക്ക് സക്സസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ മുഖേന ഒരുപാട് നിങ്ങൾക്ക് തന്നെ റെസ്പെക്റ്റ് നിങ്ങളടുത്ത് തോന്നുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ മുഖേന എന്തൊക്കെയോ യൂസേജ് ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളൊരു നെഗറ്റീവാണ് ചെയ്തെങ്കിൽ പോലും, നിങ്ങൾ ചില നെഗറ്റീവുകൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളൊരു സമയത്ത് വിഷമിച്ച കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ പണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് എന്തെങ്കിലും നെഗറ്റീവ്പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, അതൊക്കെ ഈ സമയത്ത് തീർപ്പാക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ചെയ്ത കർമ്മകളും നിങ്ങൾ ചെയ്ത ഗുഡ് കർമ്മ, നിങ്ങൾ ചെയ്ത ബാഡ് കർമ്മ ഒക്കെ ഈ സമയത്ത് മാഞ്ഞു പോകുന്നതും തീർപ്പ് ചെയ്യുന്നതും ഒരു സമയമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ടും ഡിവൈൻ ഈ സമയത്ത് ഭയങ്കര ക്രിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിവൈൻ ഈ സമയത്ത് ഭയങ്കര എനർജിയോടെ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഇതൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ടൈമല്ല, ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ തന്നിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത്രയും നാൾ ചിലപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സമയം ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നാൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സോളിൽ നിങ്ങളെ കയ്യിൽ തന്ന സമയം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഡിവൈൻ കണക്ഷൻ, നിങ്ങൾ വിളിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നു, നിങ്ങളുടെ ആ എനർജി, നിങ്ങളുടെ ആ ഒരു
പ്യൂരിറ്റി, നിങ്ങളുടെ ആ ഒരു ഡിവൈൻ, നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിൽ വിട്ടു തന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയത്തില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ ഈ എനർജി എങ്ങനെ ഈ എനർജിയിൽ എങ്ങനെ ഞാൻ കൊണ്ടുപോകണം എന്ന് തന്നെ അറിയത്തില്ല. ഈ സമയത്ത് ഒരുപാട് കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഒരുപാട് ആൾക്കാർ നിങ്ങളെ നശിപ്പിക്കും. നല്ല പ്യൂർ എനർജി ആണെന്നുണ്ടെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കും. ആർക്കും കയറി ഒരിക്കലും വലിയ നന്മകൾ ചെയ്യും. അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, സൊല്യൂഷൻസ് ഒരിക്കലും ആരും പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണ്? സൊല്യൂഷൻസ് ജീവിതത്തിൽ വേറെ എന്ത് കൊടുത്താലും സൊല്യൂഷൻസ് കൊടുക്കത്തില്ല. കാര്യം എന്താണ്? സാറ്റിസ്ഫാക്ഷൻ. അതായത് എനിക്കിപ്പം ഒരു സാധനം, ബാറ്റർ സമ്പ്രദായം വന്ന എന്തിനാണ്? പണം എന്ന് പറയുന്നൊരു സാധനം ഇവിടെ വന്ന എന്തിനാണ്? കാരണം ആദ്യമേ ഡിവൈൻ കണ്ടുപിടിച്ച സംഭവം എന്ന് പറയുന്നത് സൊല്യൂഷൻസും, അല്ലെങ്കിൽ എന്താ പറയുക, ബാട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങളും സേവനങ്ങൾക്ക് പകരം സാധനങ്ങളും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മനസ്സിലാവും? അതായത് സേവനങ്ങൾ ചെയ്യുമ്പോൾ സാധനം കൊടുക്കും. ഓപ്പോസിറ്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ ബെസ്റ്റ്. അതായത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ നമുക്കൊരിക്കലും ഒരാൾക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പേഴ്സൺ റീഡിങ് എടുത്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പം എൻ്റേതായിട്ടുള്ളൊരു പേയ്മെൻറ്റ് വാങ്ങിയാണ്. ആ പേയ്മെൻറ്റ് ഇല്ലാണ്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സൊല്യൂഷൻ എടുത്ത് വെച്ച് അനുഭവിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് ദ കണക്ഷൻ. നമ്മൾ ഈ അവതാർ സിനിമയെ കണ്ടിട്ടുണ്ട്. രണ്ടുപേർ തമ്മിൽ കണക്റ്റഡ് ആക്കുന്ന സാധനം എന്താണ്? രണ്ടുപേർ തമ്മിൽ ഒരു വാല് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കണക്റ്റഡ് ആകുമ്പോഴത്തേക്ക് രണ്ടുപേർ തമ്മിൽ കണക്റ്റഡ് ആകും. സോ അതേ കണക്ക് ഹ്യൂമൻ ബീയിങ്സിനൊരു സാധനം ഉള്ളതാണ് മനസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് എൻ്റെ മനസ്സും വേറൊരാളുടെ മനസ്സും തമ്മിൽ പെട്ടെന്ന് കണക്റ്റഡ് ആക്കാൻ പറ്റും. അതായത് കുറച്ച് നേരം സംസാരിച്ച് തന്നെ കണക്റ്റഡ് ആകും. പിന്നെ അങ്ങോട്ടും കർമാറില്ല. അങ്ങനെ ഒരുപാട് കാര്യം, കോഡ് കണക്ഷൻസ് സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ ചെകഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് നിങ്ങളെക്കുറിച്ച്, അല്ല നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള ട്രൂത്തുകളും നിങ്ങളുടെ ഒരുപാട് ഡിവൈൻ സപ്പോർട്ടും ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട്. ഇവരൊക്കെ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് എനർജി ആയിട്ട് വരുന്നൊരു സമയമായിട്ട് കാണാൻ വേണ്ടി. ഞാൻ പറയുന്നത് മുസ്ലിം മതവിശ്വാസമോ ഹിന്ദു മതവിശ്വാസമോ ക്രിസ്ത്യൻ മതവിശ്വാസമോ അല്ല. ഞാൻ പറയുന്നത് ഈ എനർജി, ഭൂമിയുടെ എനർജി എന്നുള്ള ഒരു എനർജിയുടെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഈ സമയം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കൊടുക്കൽ വാങ്ങൽ ബന്ധം, അങ്ങോട്ട് വാങ്ങുക ഇങ്ങോട്ട് വാങ്ങുക. ഈ സമയം കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കാൻ വേണ്ടി പഠിച്ച് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കോംപ്രമൈസ് സിറ്റുവേഷൻസ്, ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും. ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ല കണ്ടില്ല എന്നൊക്കെ നടിച്ചു പോവേണ്ടി വരും. മനസമാധാനം പഠിക്കും, ക്ഷമ പഠിക്കും, മനുഷ്യൻ എന്താണെന്ന് പഠിക്കും, മനുഷ്യൻ ഇത്രയേ ഉള്ളെന്ന് നിങ്ങൾ പഠിക്കും, മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളായിരുന്നു എന്ന് നിങ്ങൾ പഠിക്കും, അധികകാലമൊന്നും ഇല്ല എന്ന് നിങ്ങൾ പഠിക്കും. അതായത് അധികകാലം ഇല്ല എന്നല്ല, ഇത്ര മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ചണ്ടിയാണെന്ന് നിങ്ങൾ പഠിക്കാൻ പോണ സമയങ്ങളാണ് വരാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് 2026 എന്ന് പറയുന്നത് ഭയങ്കര സയൻസ് ഇസ് എ പ്യുവർ സയൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോണ സമയമാണ്. അതായത് ഒന്നിനും വാല്യൂ ഇല്ല, മനുഷ്യനൊക്കെ ഇത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്തിക്കാണ്ട് നിങ്ങൾ പലതും കണ്ടിട്ട് നിങ്ങളെ വിലയിരുത്തേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത്. ഷുഗർ മേളിലോട്ടും താഴോട്ടും പോകാൻ പാടില്ല, BP മേളിലോട്ടും താഴോട്ടും പോകാൻ പാടില്ല, ചിന്തകൾ മേളിലോട്ടും താഴോട്ടും പോകാൻ പാടില്ല, ഓവറായിട്ടുള്ള ഹാപ്പിനെസ് പാടില്ല, ഓവറായിട്ടുള്ള ലോ പാടില്ല, പേടിയാണെങ്കിലും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറയണത് എന്തിനാണ് ദൈവം? അതായത് പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ആലോചിക്കരുത്, പ്രസൻറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് കറക്റ്റ് പറയുന്നത്. സോ അധികമായാൽ അമൃതം വിഷം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സും അനുഗ്രഹവും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് മാറിയതിന് ശേഷം ഡിവൈൻ പരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും സക്സസ്സും മാനസികപരമായിട്ടുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഈ സമയത്ത് ഉണ്ടാകും എന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് നെഞ്ചിൽ പെയിൻ ഉണ്ട്, നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള വിഷമമുണ്ട്, നിങ്ങൾക്ക് തലവേദന എടുക്കുന്നു, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എന്തോ ഭാരം നിങ്ങൾ ഇറക്കി വെക്കുന്നു. നിങ്ങളുടെ മനസ്സിന് ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ടൈം വരാൻ പോകുന്നു. എപ്പോഴും കുറേ ഭയങ്കര ഭാരം, ഭയങ്കര വിഷമം ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ നിന്നും ചില വിഷമങ്ങൾ മാറിപ്പോകുന്നുണ്ട്, ചില വിഷമങ്ങൾ നിങ്ങൾ മറക്കുന്നുണ്ട്, ചില ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ക്ലെൻസ്ഡ് ആയി പോകുന്നുണ്ട്, ചില ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും കാർമിക് പരമായിട്ടുള്ള ചില പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറും. നിങ്ങൾ ചെയ്ത എന്തൊക്കെ തെറ്റ് നിങ്ങളുടെ മനസ്സിലാക്കില്ല, നിങ്ങളുടെ സോള് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് വേണ്ടി തിരുത്തി തരുന്നുണ്ട്. നിങ്ങളെ കൊണ്ടോ ഒരു ഉപയോഗമില്ല, നിങ്ങളുടെ സോളെങ്കിലും അത് ചെയ്തു തരട്ടെ. ഞാനങ്ങനെ കുറ്റമായിട്ട് പറയുന്നില്ല, ബട്ട്
നമുക്ക് റിയലൈസേഷൻ ആവാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സോളിന് റിയലൈസേഷൻ ആവും. നമ്മുടെ സോൾ അത് ചെയ്തിരും. അത് നമുക്ക് പെയിൻ ആയിരിക്കും. നമ്മളുടെ അച്ഛനും അമ്മയും പണ്ട് നമ്മൾ അടിക്കുന്നത് എന്തിനാണ്? യൂണിവേഴ്സ് നമ്മൾ അടിക്കുന്നത് എന്തിനാണ്? യൂണിവേഴ്സ് നമുക്ക് പ്രോബ്ലംസ് തരുന്നത് എന്തിനാണ്? യൂണിവേഴ്സ് നമ്മളെ ഭയങ്കരമായിട്ട് തല്ലി കൊല്ലുന്നത് എന്തിനാണ്? നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട്, നമ്മൾ നല്ല പാത്തിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമോ? നമ്മൾ ഒരിക്കലും നന്നാവത്തില്ല. കാരണം നമ്മൾ പഠിച്ചതേ പാടുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ പോകും. ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ എനിക്ക് ഇഷ്ടംപോലെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കറണ്ടും പോയി. ഒരു സെക്കൻഡേ, കറണ്ട് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു എഴുന്നേറ്റം ഇല്ലാത്ത ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും ഒന്ന് തീരുമ്പം മറ്റൊന്ന് തീരുമ്പം അതിൻ്റെ മറ്റൊന്ന്, അല്ലെങ്കിൽ അത് തീരുമ്പോൾ അടുത്ത പ്രശ്നം, അങ്ങനെ നിരന്തരമായിട്ട് സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രോബ്ലംസ് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള, ഒരുപാട് ക്രിയേറ്റഡ് ആയിട്ട് വെച്ചിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ ഈ സമയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിധിക്കപ്പെട്ട കണക്കോ അല്ല നിങ്ങളുടെ ലൈഫിൽ ഈ പ്രോബ്ലംസും സിറ്റുവേഷൻസും വരുന്നത്. ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ യൂണിവേഴ്സിന് പറ്റും എന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് പരമായിട്ട് മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അതേ ഇൻസിഡൻറ്റ് വെച്ചിട്ട് നിങ്ങളെ പോസിറ്റീവിലോട്ട് മാറ്റാനും യൂണിവേഴ്സിന് പറ്റും. ഒരു സെക്കൻഡ് കൊണ്ട് യൂണിവേഴ്സിലെല്ലാം മാറ്റാൻ പറ്റും എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ സിറ്റുവേഷനിൽ കയറണമെന്നുണ്ടെങ്കിലും, കാർമിക് ലൂപ്പിൽ കയറണമെങ്കിലും, കാർമിക് ട്രെഞ്ചിൽ കയറണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് കയറണമെങ്കിലും, പാസ്റ്റ് ലൈഫിലുള്ള എന്തെങ്കിലും കാര്യത്തിൽ കയറണം എന്നുണ്ടെങ്കിലും, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കയറണം എന്നുണ്ടെങ്കിലും, ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു തകർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിലും, അതെല്ലാം നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ബെറ്റർ പൊസിഷനിൽ വരണമെന്നുണ്ടെങ്കിൽ, എല്ലാം ഓൾമോസ്റ്റ് നിങ്ങളുടെ പ്രവൃത്തിയിലനുസരിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും മാറുന്നത്. പിന്നെ നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഡിവൈൻ സൊല്യൂഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നൊരു ഡിവൈൻ മെസ്സേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവൈൻ പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്ന ഒരു തിങ്കിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു പ്ലാൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സഡൻലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനല്ല നോക്കേണ്ടത്, ടേക്ക് ആക്ഷൻ എടുക്കാനാണ് നോക്കേണ്ടത്. നിങ്ങൾക്കൊന്ന് പുറത്ത് പോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം എന്നല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇഷ്ടമുള്ള ഫുഡ് അപ്പം കഴിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പം ചെയ്യാൻ വേണ്ടി നോക്കുക. ചിലപ്പോൾ അവിടെ കുറച്ച് നഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ട്, അതിൽ തന്നെ നമുക്കൊരു ബെറ്റർ ആയിട്ട് പൊസിഷൻ യൂണിവേഴ്സലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും. മാക്സിമം ഹാർഡ് വർക്കിംഗ് ആണ്. നമുക്കൊരു ആഗ്രഹമുള്ളൊരു സാധനം നമ്മുടെ ലൈഫിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഡിവൈനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രെയിനിലും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഒരുപാട് കയറും. അതായത് നമ്മൾക്ക് ചെയ്യാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സാധനം ചെയ്യാൻ വേണ്ടി നിന്നിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ, തയ്യാറാകുന്ന അതിനുവേണ്ടി പ്രാപ്തിയായിട്ടുള്ള ഒരാൾക്ക് നിൻ്റെ കഴിവ്, അല്ലെങ്കിൽ നിന്നേക്കാളും ബെറ്ററായിട്ട് ചെയ്യണം ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കഴിവ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ഒരു ബിസിനസ് ആണെങ്കിലോ കരിയർ ആണെങ്കിലോ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലോ, റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുറന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്പോട്ടിന് ചെയ്യാൻ വേണ്ടി നോക്കുക. ആരെ മുഖത്ത് ഒന്നും എടുക്കാൻ വേണ്ടി ആരെ മുഖം കെട്ടിപ്പിടിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ആർക്കും വേണ്ടിയിട്ട് ജീവിക്കാണ്ടിരിക്കാൻ മാക്സിമം നോക്കാണ്ടിരിക്കുക. മറ്റുള്ളവരുടെ ചിന്ത എന്താണോ, മറ്റുള്ളവരുടെ എനർജി എന്താണോ എന്ന് ഒരിക്കലും നിങ്ങൾ നോക്കാണ്ടിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കുത്തുവാക്കുകളും, നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി, നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കണ്ണേർ, കമ്പർ, ദൃഷ്ടിദോഷം അതൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇമോഷണൽ പരമായിട്ട് ഒരു കാര്യങ്ങളും എടുക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കാണ്ടിരിക്കുക. ലൈഫിൽ വരുന്ന ഓരോന്നും ക്രിയേറ്റഡ് ആയിട്ടാണ് വരുന്നത്. സോ കംഫർട്ട് സോൺ പൊട്ടിച്ച് പോകാൻ വേണ്ടി നോക്കുക. ഇമോഷണലി എടുക്കുന്നത്, ഇപ്പം ഞാൻ നിങ്ങളെ വന്നിട്ട് 2 തെറി വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്നെ ഇങ്ങോട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാനും അത് കേട്ടോണ്ട് നിൽക്കും, അതിൻ്റെ ഒരു പാർട്ടാണെന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ കേട്ട് നിൽക്കണമെന്നില്ല. അടിയും പ്രശ്നങ്ങളും വലിയ കുത്തും വലിയ സീനിലൊക്കെ പോവും. അങ്ങനെയൊന്നും ചെയ്ത് നിൽക്കാൻ വേണ്ടി നിൽക്കരുത്. സോ ഞാൻ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞത് ആ ഒരു സെൻസിലെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ചില എനർജീസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഇമോഷണൽ പരമായിട്ടുള്ള ചില കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടും ആഞ്ഞു കുത്തുന്ന ഒരു പ്രോബ്ലമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
സോ നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇമോഷണലി എടുക്കാണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡൗൺ ആയിട്ട് എടുക്കാണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് എടുക്കാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സൊല്യൂഷൻസും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള എനർജിയും നിങ്ങളുടെ ലൈഫിൽ ഈ സമയം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ചൈൽഡിഷ് ക്യാരക്ടറായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു അടി തന്നതിന് ശേഷം ഡിവൈൻ തരും. ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ബ്ലെസ്സിങ്സ് ഈ സമയം യൂണിവേഴ്സ് തരാൻ നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ. കാരണം നിങ്ങൾ യൂണിവേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ യൂണിവേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സോ അതൊന്നുമല്ല യൂണിവേഴ്സിന് വേണ്ടത്. യൂണിവേഴ്സിന് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് 2 എനർജി ഉണ്ട്. ഒന്ന് നെഗറ്റീവ് എനർജി ഉണ്ട്, ഒന്ന് അതായത് നെഗറ്റീവ് മൈൻഡും ഉണ്ട്, പോസിറ്റീവ് മൈൻഡും ഉണ്ട്. ഇത് രണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്, അല്ലാതെ ഇത് പുറത്തിരിക്കുന്ന സാധനങ്ങളല്ല. എല്ലാം കേൾക്കുന്ന ഒരാൾ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതിലല്ല സത്യം. എല്ലാം കേൾക്കുന്ന ഒരാൾ, എല്ലാം അറിയുന്ന ഒരാൾ നമ്മളെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. സോ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഡിവൈൻ, നമ്മൾ തന്നെയാണ് നമ്മളെ ദൈവത്തെ ചേർത്ത് വെക്കേണ്ടത്. നമ്മളുടെ സോളും ഡിവൈൻ്റെ സോളും തമ്മിൽ കണക്ട് ആയിക്കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ യൂണിവേഴ്സും തമ്മിലുള്ള കണക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റി, സക്സസ്, കരിയർ ഗ്രോത്ത്, മാനിഫെസ്റ്റേഷൻ എല്ലാം നമുക്ക് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഹൈ എനർജി അല്ല, ഒരു മീഡിയം എനർജി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഹൈ എനർജി ഒരാൾക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹൈ എനർജിയിലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നി വട്ടായി പോവും, അല്ലെങ്കിൽ ചിന്തിച്ച് കാട് കയറി പോവും, ഭയങ്കര സിറ്റുവേഷനിൽ പോവും. ലോ എനർജി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചിന്തിച്ച് ഇങ്ങനെ ഡൗൺ ആയിട്ട് വിഷമിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത, കണ്ണിറങ്ങാൻ പറ്റുന്ന ദൃഷ്ടിദോഷം, ഇതൊക്കെ ഏറ്റു വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു മീഡിയം എനർജി ആണെന്നുണ്ടെങ്കിൽ, മീഡിയം എനർജി വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെയും ഉപദ്രവിക്കാണ്ട് പോസിറ്റീവായിട്ട് കാമായിട്ട് നെഗറ്റീവ് മൈൻഡ് ഇല്ലാണ്ട് ഈഗോ, പൊസസീവ്നെസ് അങ്ങനത്തുള്ള ഒരു സാധനങ്ങൾ ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മീഡിയം ആയിട്ട് പൊക്കോളും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണപ്പെടുന്നത്. സോ ഈ സമയം നിങ്ങൾക്ക് കുറച്ച് ചില ബ്ലെസ്സിങ്സും ചില അനുഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് വിദേശ യാത്രയ്ക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാർ, ജോലി സംബന്ധമായിട്ട് ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർ, അതുമാത്രമല്ല നിങ്ങൾക്ക് ബിസിനസ്, നിങ്ങൾക്ക് ഒരുപാട് ഫണ്ടിങ് നിങ്ങൾക്ക് കെട്ടിക്കിടപ്പുണ്ട്, നിങ്ങളുടെ പേരിൽ ഒരുപാട് ഫണ്ടിങ് ഉണ്ട്. അതായത് യൂണിവേഴ്സ് ഒരാളുടെ പേരിൽ ഒരുപാട് ഫണ്ട്, ഒരുപാട് എനർജി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ആ വ്യക്തി അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കെട്ടി കിടക്കും. അതെല്ലാം നിങ്ങൾ ഓപ്പൺ ആക്കണം, ആക്റ്റീവ് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എനർജിയും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ എത്രത്തോളം പെയിനായിട്ട് വിഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഡിവൈൻ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ പഠിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരും. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്, എന്ത് ചൂസ് ചെയ്യണം, ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടത്, അടുത്ത് എന്താണ്, വാട്ട് നെക്സ്റ്റ് എന്നൊക്കെയുള്ള പ്ലാനിങ് ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഞാൻ കൂട്ടുകൂടുന്ന ആൾക്കാർ ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് ശരിയാണോ, അല്ലെങ്കിൽ പലരും ശരിയാണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻസ്, ഞാൻ പോകുന്ന പാത ശരിയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് സിറ്റുവേഷൻസും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒന്നുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട, വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ, എനിക്കറിയാം, എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സമയം ഭയങ്കര നെഗറ്റീവ് ചിന്ത വരുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലം വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഇവർ വിളിച്ച് പോകുന്ന സമയത്ത്, എന്നെ വിളിച്ച് പോകുന്ന സമയത്ത് എനിക്കും ഇങ്ങനത്തുള്ള ഇൻസിഡൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ ഡിവൈൻ എടുത്ത് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഡിവൈൻ തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, എടാ നിനക്ക് തന്ന ജന്മം മനുഷ്യജന്മമാണ്, എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ജന്മമാണ്. പക്ഷേ പലർക്കും കൊടുത്തിരിക്കുന്ന ജന്മം എന്ന് പറയുന്നത് അത് വേറെ രീതി, പലരുടെയും പ്രശ്നങ്ങൾ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, അങ്ങനെ കമ്പയർ ചെയ്തുകൂടാ. പക്ഷേ എന്താ പറയുക, നമ്മളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഭയങ്കര ചെറുതായിരിക്കും. അതായത് നമ്മൾ ഉള്ളിലോട്ട് നോക്കി ചോദിച്ചാൽ മതി, നമ്മളുടെ ജന്മം മനുഷ്യജന്മമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല, മനസ്സിലാവുന്നുണ്ടോ? ആ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കുണ്ട്. ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റത്തില്ല. സോ ഇപ്പം 2 കൈയുള്ള ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊന്ന് വാരിത്തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാരിത്തരാൻ പറ്റും. അവന് കൈയുണ്ട്, വാരി തിന്നോണം എന്നേ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ പഠിക്കണം. സോ മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ അതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെൻസും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സി യു.